അപ്പോൾ നമ്മുടെ ഒരു മിനിയേച്ചർ ഗാർഡൻ പയറിൻ്റെ ഇന്നത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. അതിൻ്റെ ഉദ്ഘാടനം എൻ്റെ പ്രിയപുത്രി മീനാക്ഷി നിർവഹിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പയർ നമ്മുടെ ചെറിയ മിനിയേച്ചർ ഗാർഡനിൽ തന്നെ ഉണ്ടായ പയർ പൊട്ടിച്ചെന്ന് നമ്മളൊരു പയർ തറുണ്ടാക്കി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് ഹാർവസ്റ്റ് ആരംഭിക്കാം. അങ്ങനെ നല്ല ഒന്നാം തരം ജൈവ കൃഷിയാണിത്. വളരെ കൃത്യമായ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് പരിപാലിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനം നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ അതിൻ്റെ വേണ്ട ഗൈഡൻസ് കൊടുത്തതിൻ്റെ ഭാര്യ ഷീല കുമാരിയാണ്. അവരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ചേട്ടൻ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം കൃഷിയിലൂടെ നമ്മൾ സാധിച്ചെടുത്തതാണ് ഇത്. ഇത്രയും വളരെ വിദഗ്ധമായ രീതിയിലുള്ള കൃഷിയാണ്. ഈ പയറിന്റെ നീളം എന്നെക്കാളും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. കണ്ടില്ലേ, ഇത് ഏകദേശം അത്രയും ഹൈറ്റുള്ള ഒരു പയറാണ് നമുക്ക് കിട്ടിയത്. വളരെ കൃത്യമായ രീതിയിലുള്ള പരിപാലനമാണ് ഇതിന്റെ വിജയം. ഇവിടെ കാണാൻ കഴിയും പയർ. പയർ എന്ന് പറയുന്ന ഇതാണ്. ഇതേ പുട്ടല്ല, ഇതേ പയർ. പുട്ടും പയറും പപ്പടവും അപാരമാണ്, അപാരം. അങ്ങനെ വേറെ എവിടെയുണ്ട്? അതാ ഇവിടെയും 2-3 കാണുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിൽ ഒരു കൃത്രിമ വളങ്ങളും ചേർത്തിട്ടില്ല. വളരെ മികച്ച. അപ്പോൾ ഇന്നത്തെ പിന്നെ ഇവിടെ ചെറിയ വെണ്ടത്തോട്ടങ്ങളുണ്ട്. ചേന, അങ്ങനെ വെണ്ട കണ്ടില്ലേ, ഇതും വളരെ കൃത്യമായ ജൈവവള കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുത്താണ്. തൊട്ടടുത്ത് തന്നെ കിണറുള്ളതുകൊണ്ട് വെള്ളത്തിന് കിട്ടുന്നു, പ്രശ്നമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. വെണ്ട അതും വളരെ ജൈവപരമായ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ഏരിയയിൽ. അതാ കറിവേപ്പില നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കറിവേപ്പില വിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിത്തിൻ്റെ കറിവേപ്പിലയുടെ മണം നമ്മൾ കൊതിപ്പിക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ കർഷക വിശേഷം. അതുപോലെ തന്നെ ജാമ്പ കാണാൻ കഴിയും. അങ്ങനെ ഓരോ രീതിയിലുമുള്ള ചെറിയ രീതിയിലുള്ള വലിയ മുതൽ മുടക്കില്ലാതെ അഗസ്തി നമുക്ക് കാണാൻ കഴിയും. അഗസ്തി കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റോബസ്റ്റ എന്ന് പറയുന്ന വാഴയാണ്. ഇത് ഏകദേശം ആയി വരുന്നതേ ഉള്ളൂ. ഈ വാഴക്കുല ഇത് ഏകദേശം പൂർണ്ണ പരുവത്തിലെത്തിയിരിക്കുകയാണ്. ഇതും അതുപോലെ തന്നെ വളരെ നല്ല. ഇതും ഒക്കെ എല്ലാം ജൈവ കൃഷിയുടെ പരിണത ഫലങ്ങളാണ്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പിന്നെ എന്താണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കുരുമുളക്, അതായത് നമ്മുടെ കറുത്ത പൊന്നെന്ന് പറയുന്ന കുരുമുളക് കാണാൻ കഴിയും. അതുപോലെ ഈ കാണുന്നത് തെറ്റി, പിച്ചിപ്പൂവാണ്. പിച്ചിപ്പൂവേ കേട്ടില്ലേ, ആ പിച്ചിപ്പൂവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയൊരു പൂന്തോട്ടമാണ്. ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ ഷീലാകുമാരിക്ക് പറയാൻ കഴിയും. എന്താണ്? മസന്തം. അതേപോലെ മറ്റ് ചെടികൾ നമുക്ക് കാണാൻ കഴിയും.
അതുപോലെ ഈ കാണുന്ന ഇതൊക്കെ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ ഒരാൾ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ ഈ കൊടും ചൂടിലും അതിനെയും അതിജീവിച്ച് ഇന്നിപ്പോൾ ചിരിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ ഇനി തൊട്ടപ്പുറത്ത് വെണ്ടയുടെ ഒരു തോട്ടം ചെറിയത്, അതെല്ലാം മിനിയേച്ചറാണ്, ഒന്നും വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. എല്ലാം നമ്മുടെ വീട്ടിൽ നമുക്ക് കണ്ണിന് സന്തോഷം തരുന്ന, കുളിർമ തരുന്ന രീതിയിലുള്ള ചില കൃഷി, ചെറിയ കൃഷിയാണ്. ഇത് അപ്പുറത്ത് വന്ന് നമുക്കൊരു ചെറിയ വെണ്ട കൃഷി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കിയാൽ നമുക്കൊരു വെണ്ട കൃഷി കാണാൻ കഴിയും. ഇത് വെണ്ട കൃഷി രീതിക്കാണ്. വളരെ ഉയരത്തിലാണ് ഇവിടുത്തെ വെണ്ടയുടെ വളർച്ച. അത് പണ്ട് ചെറുപ്പകാലം മുതലേ എനിക്കറിയാം, വളരെ ഉയരത്തിലാണ് വെണ്ട വളർന്നത്. പക്ഷെ ചെറിയ കീടങ്ങളൊക്കെ ഇതിൻ്റെ ഇലകളിൽ വന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. വളരെ നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന്. ബ്രിഞ്ചോൾ ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ കൃഷി വിഭാഗം നൽകിയ പ്രത്യേകതരം സീഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ബ്രിഞ്ചോൾ അല്ല, ഇത് വെണ്ടയാണ്. ഇവിടെ നമുക്ക് കത്രിക കാണാൻ കഴിയും. ഇതാണ് കത്രിക. കത്രിക എന്ന് പറയും, കണ്ടില്ലേ? ഇതും വളരെ മുറ്റി ഇരിക്കുകയാണ്. ഇതും വളരെ ആപ്പിൾ ബ്രിഞ്ചോൾ എന്നും പറയും, അതെനിക്കറിയില്ല. അത്രയും വലിപ്പം വരും. പക്ഷെ അങ്ങനെ ഒരു പിന്നെ കുറച്ച് വാഴകൾ, ഇതൊക്കെ അവർ വളരെ മിനിയേച്ചറായിട്ടുള്ള രീതിയിലുള്ള കൃഷിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ കൃഷി പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.